അപ്പോൾ അതാ നമ്മൾ ഇന്നൊരു മാമ്പഴ പുളിശ്ശേരിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മാങ്ങേൻ്റെ നല്ല സമയമാണല്ലേ, ഇഷ്ടം പോലെ മാമ്പഴം പഴുത്ത് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കൊണ്ട്. വലിയ വലിയ മാങ്ങയാണെങ്കിൽ ഇത് നമുക്ക് മുറിച്ചിട്ട് പീസാക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് മാങ്ങയൊക്കെ തോല് പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ബിസ്മി വ്ളോഗിൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ, വീഡിയോ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫുൾ വീഡിയോ വന്നൊന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാ മാങ്ങ ഇങ്ങനെ തോല് പൊളിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഒരു ചട്ടിയിലിട്ട് വേവിക്കുകയാണ്. അപ്പോൾ മധുരമുള്ള മാങ്ങയാണെങ്കിൽ അതാണ് ടേസ്റ്റ് കേട്ടോ. മധുരമുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, എല്ലാവരും വന്ന് കാണണം. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് മാങ്ങ വേവിക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ എരിവും പുളിയും മധുരം ഒക്കെ പാകമാകുമ്പോഴാണ് മാമ്പഴ പുളിശ്ശേരിക്ക് ടേസ്റ്റ് ആവുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എരിവ് നല്ലോണം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് പറയാം, കുറച്ച് പച്ചമുളക് നമ്മൾ വീട്ടിലുണ്ടായത് കൊണ്ട് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കുകയാണ്. ഇത് ഒന്ന് വെന്തതിന് ശേഷം നമ്മളെ പീസാക്കിയിട്ടുള്ള മാങ്ങ കഷ്ണം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് വേവിക്കണം. അപ്പോൾ ഞാനിതിലേക്ക് അരപ്പ് തയ്യാറാക്കുകയാണ്. കാരണം ഇതാ പീസാക്കിയിട്ട് മാങ്ങ കഷ്ണം ഇട്ട് ഒരു 2-3 മിനിറ്റും കൂടി വേവിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് നാളികേരത്തേക്ക് തൈരും നല്ല ജീരകവും അരച്ചിട്ട് നാളികേരം അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇളക്കി 2 മിനിറ്റ് തിളച്ചിട്ട് നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം. വറവിടുമ്പോൾ ഉരുവയും കടുകും ഉണക്കമുളകും കറിവേപ്പിൻ്റെലയും ഒക്കെ ഇട്ടിട്ട് വറവിട്ടിട്ട് നമ്മളെ മാമ്പഴ പുളിശ്ശേരി അടിപൊളിയായിട്ടുണ്ട്. ചൂടാറിയതിനു ശേഷം നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പോൾ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, ബിസ്മി വ്ളോഗിൽ. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.